എൻ്റെ ഒരു സുഹൃത്ത് ഒരു യൂറിൻ റിപ്പോർട്ട് അയച്ചു തന്നു 2 ദിവസം മുമ്പ്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും നോക്കി എന്താണ് കംപ്ലൈൻറ്റ് എന്ന് ചോദിച്ചു. സുഹൃത്തിൻ്റെ വൈഫിൻ്റെ റിപ്പോർട്ടാണ്. അവർ പ്രഗ്നൻ്റ് ആണ്, 2-3 മാസം പ്രഗ്നൻ്റ് ആണ്. കംപ്ലൈൻ്റ് ഒന്നുമില്ല, റുട്ടീനായിട്ട് ചെക്ക് ചെയ്താണ്. അപ്പോൾ അതിൽ പസ്സല് 2-3 പസ്സലുണ്ട്. RBC 8 to 10 RBC എന്ന് എഴുതിയിട്ടുണ്ട്. എപ്പിത്തീലിയൽ സെല്ല് 4-5 എപ്പിത്തീലിയൽ സെല്ലുണ്ട്. അപ്പോൾ ഞാൻ ഒറ്റ നോട്ടത്തിൽ നമുക്കറിയാമല്ലോ, ഒരു പസ്സല് 2-3 പസ്സല് RBC പ്രശ്നമൊന്നുമില്ല. നമ്മൾ സിംറ്റമാറ്റിക് അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കില്ല, വെയിറ്റ് ചെയ്യും, നന്നായി വെള്ളം കുടിക്കാൻ പറയും, അവർ റിപ്പീറ്റ് ചെയ്യാൻ പറയും. അതെ, ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറയും. പനിയില്ല, പിന്നെ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ഒരു വേദനയോ അങ്ങനെയൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, ഫ്രീക്വൻസി കൂടുതലില്ല. എന്നിട്ട് കുറവില്ലെങ്കിൽ അവരുടെ ഗൈനക്കോളജിനെ പോയി കാണിക്കാനും ഞാൻ പറഞ്ഞു. പക്ഷെ അവർക്കൊരു തൃപ്തിയാവുന്നില്ല. അവർ യൂട്യൂബിൽ അടിച്ചു നോക്കുകയാണ്. അപ്പോൾ 8 മുതൽ 10 വരെ RBC, അതും അരുണ രക്താണുക്കൾ മൂത്രത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷനായി. കിഡ്നി അടിച്ചു പോകും. അതെ, കിഡ്നി യൂട്യൂബിൽ അടിച്ചു നോക്കുമ്പോൾ കിഡ്നിയിൽ കല്ലാവാം, പിന്നെ യുറീത്ര പൊട്ടിയതാവാം, കിഡ്നിയിൽ ഒരു പക്ഷേ വലിയ ട്യൂമർ പോലെ ആവാം, ഇങ്ങനെ. അപ്പോൾ ഇതൊരു വളരെ സാധാരണയായിട്ടുള്ള ടെസ്റ്റാണ് യൂറിൻ റുട്ടീൻ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. യൂറിൻ ഇൻഫെക്ഷൻ നമ്മൾ അതുവഴിയാണ് UTI നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് പൊതുവിൽ ആസ് എ ഫിസിഷ്യൻ എത്രത്തോളം കോമൺ ആണെന്നുള്ളത് നിങ്ങൾ പറയാം ഒന്ന്. ഞാൻ കുട്ടികളുടെ ഡോക്ടർ ആയതുകൊണ്ട് കുട്ടികളെ സൈഡ് ഞാൻ പറയാം. ഇതിനെ പറ്റിയുള്ള കൺഫ്യൂഷൻസ് കുറേ ഉണ്ട് നമ്മുടെ തീർച്ചയായും സൊസൈറ്റിയിൽ. ഈ UTI അതായത് മൂത്രപ്പഴുപ്പ് എന്ന് പറയും. ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഒരു മൂത്രത്തിൻ്റെ ടെസ്റ്റ് ചെയ്യുക ആ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരാളുടെ അടുത്താണ്. പക്ഷേ ഈ ലാബുകളിൽ ഈ ടെസ്റ്റുകൾ വളരെയധികം അവൈലബിൾ ആയതുകൊണ്ടും മൂത്രപ്പഴുപ്പ് എന്ന് പറയുന്ന സാധനം എനിക്ക് മൂത്രപ്പഴുപ്പ് ഉണ്ടായിരുന്നു, എനിക്ക് ഉണ്ടാകലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ ആർക്ക് വേണമെങ്കിലും ഈസിലി ആക്സസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ആയതുകൊണ്ട് പൊതുവെ ആളുകൾ നമ്മൾ പറയാതെ തന്നെ അതെ കുറഞ്ഞ പൈസയേ ഉള്ളൂ, എല്ലാവരും സ്വന്തമായിട്ട് തന്നെ പോയി ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു 6 പസൽസ് കണ്ടാൽ ഇത് ഇൻഫെക്ഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് ആന്റിബയോട്ടിക്സ് എടുത്ത് കഴിക്കുകയും ചെയ്യും സ്വന്തമായിട്ട്. ഇതിപ്പോൾ ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഴുപ്പിന് ഇടയ്ക്കിടയ്ക്ക് വരും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതാണ്. റെഫറൻസ് വാല്യൂ അവിടെ ഉണ്ടാവും, നമ്മളത് കമ്പയർ ചെയ്യും. റെഫറൻസ് വാല്യൂനേക്കാൾ കൂടുതലാണ് കഴിക്കാം എന്നുള്ള രീതി. പക്ഷേ ഈ മൂത്രപ്പഴുപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ സിംറ്റംസ് ഉള്ള ഒരാളിലാണ് ഈ ടെസ്റ്റുകളുടെ ഒരു സിഗ്നിഫിക്കൻസ് വരുന്നത്. അത് എത്രത്തോളം വേണം എന്നുള്ള കാര്യം. ഇപ്പോൾ ഒരു മൂത്രപ്പഴുപ്പിൻ്റെ ലക്ഷണം പറയുകയാണെങ്കിൽ ഒന്ന് പനി, അതിൻ്റെ കൂടെ ചിലപ്പോൾ ചില ആളുകൾക്ക് തലവേദന ഉണ്ടാവാം, ഓക്കാനം, ഛർദി വരാം, ചില ആൾക്ക് മൂത്രം ഒഴിക്കുന്ന സമയത്ത് വേദന, കടച്ചിൽ, എരിച്ചിൽ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ. സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു സ്ത്രീകൾക്കായിരിക്കും ആണുങ്ങളതിനേക്കാളും കൂടുതലായിട്ട് മൂത്രപ്പഴുപ്പ് വരിക. അതിൻ്റെ അതെന്താ വെച്ചാൽ അതിൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ജെനൈറ്റൽ ഓർഗൻസ് വരുന്ന സമയത്ത് ഫീമെയിൽ ജെനൈറ്റൽ ഓർഗൻ അവരുടെ അടുത്ത് തന്നെയാണ്. അത് മൂത്രനാളിയും അതുപോലെ തന്നെ അവർക്ക് മലദ്വാരവും അടുത്ത് തന്നെയാണ് സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അവർ പിന്നെ ക്ലീൻ ചെയ്യുന്ന സമയത്തും അതിൻ്റെ ഡയറക്ഷൻസ് അനുസരിച്ചൊക്കെ എപ്പോഴും ലെങ്ത്തും കുറവാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ കയറാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പ്രത്യേകമായിട്ട് വേറൊരു സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് തന്നെ ആ പഴുപ്പ് അത്രയും കൂടുതലായിട്ട് വരാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പോൾ ഇത് സ്ത്രീകളിലാണ് കൂടുതലായിട്ട് വരാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ വെള്ളം കൂടി കുറവാണെങ്കിൽ വളരെയധികം പെട്ടെന്ന് തന്നെ ഇത് വരാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ഇപ്പോൾ നോമ്പാണ്, ഈ നോമ്പ് കാലത്ത് ഇത് മൂത്രപ്പഴുപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുള്ള ഒരാൾക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. ആ ടെസ്റ്റിൽ തന്നെ ഈ പസൽസിൻ്റെ എണ്ണം കൂടുതലായി കാണുന്നു. അത് കാണുന്നതോട് കൂടി തന്നെ നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നൊരു ടെസ്റ്റാണ് യൂറിൻ കൾച്ചറിൻ്റെ റിസൾട്ട് കിട്ടാൻ 2 ദിവസം കഴിയുകയൊക്കെ ചെയ്യും. പക്ഷേ അതും കൂടെ ചെയ്തിട്ട് അതിലും കൂടെ നമുക്ക് ഓർഗാനിസം ഉണ്ടെങ്കിലാണ് ഇത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട്. അതെ, യൂറിനിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു, പസൽ കാണുന്നു, ചിലപ്പം ബാക്ടീരിയ ഉണ്ടെന്ന് പറയും. നമ്മൾ കൾച്ചർ ചെയ്യുന്നു, അതിൽ ഇന്ന ബാക്ടീരിയ ആണെന്ന് കണ്ടുപിടിക്കുന്നു. അതുകൂടി ചെയ്യുമ്പോഴാണല്ലോ ശരിക്കും ഈ ഒരു ഇൻഫെക്ഷൻ നമ്മൾ ഉറപ്പിക്കുന്നത്. അതിന് മുമ്പ് തന്നെ ആളുകൾ ആൻറ്റിബയോട്ടിക് എടുത്ത് കഴിക്കുന്നു. അത് ഓക്കെ, ആൻറ്റിബയോട്ടിക് എടുത്ത് കഴിക്കുന്നതിനേക്കാൾ ഉപരി ആളുകൾ ആവശ്യമില്ലാതെ ടെൻഷനാവും. വലിയ അസുഖങ്ങളുടെ ലക്ഷണമാവാം എന്ന് കാണുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ ഈ RBCയുടെ കാര്യം പറഞ്ഞപ്പോൾ യൂറിനിലെ RBC ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പീരീഡ്സ് ആണെങ്കിൽ RBC എന്തായാലും കാണും, കുറേ എണ്ണം കാണും. പീരീഡ്സിൻ്റെ സമയത്താണ് അവർ മൂത്രം ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ കൂടുതലായിട്ട് കാണാം. അതുപോലെ തന്നെ ഇപ്പോൾ വേറെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഒരാണാണ്, ഒരു പുരുഷനാണ്. ആ പുരുഷന് ഇടയ്ക്ക് വയറുവേദന, താഴേക്ക് മൂത്രനാളിയിലെ ആ ഭാഗത്തേക്ക് വേദന വരാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ മൂത്രം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറേ RBCകൾ കണ്ടു എന്നൊക്കെ പറയുന്നത് മൾട്ടിപ്പിൾ ടൈംസ് പലതവണ ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങനെ കാണുന്നെങ്കിൽ മൂത്രത്തിൽ കല്ലുണ്ടോ എന്നുള്ളതൊക്കെ സംശയിക്കാം. അല്ലാത്ത സമയം 1-2 RBCകൾ കണ്ടു, 2-3 കണ്ടു എന്ന് വിചാരിച്ച് അതിൻ്റെ പിന്നാലെ പോകുന്നതിൻ്റെ നമ്മുടെ ടീച്ചേഴ്സൊക്കെ സാധാരണ പറയുന്ന എൻ്റെ HOD ഉണ്ടായിരുന്നു. അവർ സ്ഥിരം പറയുന്ന സംഭവമാണ്, പിന്നെ ഡോണ്ട് ട്രീറ്റ് ദ റിസൾട്ട്, ട്രീറ്റ് ദ പേഷ്യൻറ്റ്. അപ്പോൾ റിസൾട്ട് അല്ലല്ലോ, നമ്മൾ
പേഷ്യൻറ്റിൻ്റെ സിംറ്റം, ആ സിംറ്റവും റിസൾട്ടും വെച്ച് നമ്മളാണ്, ഡോക്ടറാണ് അത് കമ്പയർ ചെയ്യുന്നത്, എന്നിട്ടാണ് ഒരു തീരുമാനത്തിലെത്തുന്നത്. റിസൾട്ട് മാത്രം വെച്ചിട്ട് നമുക്ക് ചികിത്സിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ രോഗിയെ മാത്രം നോക്കിയിട്ട് നമുക്ക് ഡയഗ്നോസിൽ എത്താൻ പറ്റും, എന്നാലും നമ്മൾ കൺഫേം ആക്കും റിസൾട്ട് വെച്ചിട്ട്. ഇത് രണ്ടും കൂടി ഉണ്ടാകുമ്പോഴല്ലേ ശരിക്കും ഒരു അസുഖം. പിന്നെ ഉള്ളത് വെച്ചാൽ റെയർ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. ഇപ്പോൾ നെഫ്രോളജിക്കൽ കണ്ടീഷൻസ് ആയിട്ടുള്ള കുറച്ച് ഇപ്പോൾ ഈ IRGN പോലത്തെ, ഗ്ലോമറുലോനെഫ്രൈറ്റിസ് പോലത്തെ അസുഖങ്ങളൊക്കെ. പക്ഷെ അതൊക്കെ എന്ന് പറയുന്ന സമയത്ത് ഒന്ന് റെയർ ആണ്, രണ്ട് അതിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങളുണ്ടാവും, മറ്റു ലക്ഷണങ്ങളുണ്ടാവും. ആ ലക്ഷണങ്ങളുടെ കൂടെ ഈ മൊത്തത്തിൽ ഇത് നമ്മൾ RBCs കണ്ടു, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തപ്പോൾ വീണ്ടും കാണുന്നു, അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് പേഴ്സിസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ് അതിൻ്റെ പിന്നാലെ പോകേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ പറഞ്ഞതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് യൂറിനറി എന്നുള്ള ടെസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ക്രീനിങ് ടൈപ്പ് ടെസ്റ്റാണ്. ഒരു ഡെഫിനിറ്റീവ് ഡയഗ്നോസിസിൻ്റെ ടെസ്റ്റ് എല്ലാ ലാബുകളിലും ഉണ്ട്. അതെ, വളരെ സ്ക്രീനിങ് ടൈപ്പ് ടെസ്റ്റാണ്. അപ്പോൾ അതിലൊരു പസ്സല് കാണുമ്പോഴേക്കും അല്ലെങ്കിൽ RBC കാണുമ്പോഴേക്കും അനാവശ്യമായി ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൽ പസ്സല് കണ്ടാൽ പസ്സല് കണ്ടു അത്രേ അർത്ഥമുള്ളൂ, RBC കണ്ടാൽ RBC കണ്ടു അത്രേ അർത്ഥമുള്ളൂ. ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക. അവർക്ക് ബോധ്യപ്പെടുകയാണ് യൂറിൻ ഇൻഫെക്ഷൻ ആണെന്ന് തോന്നുകയാണെങ്കിൽ അവർ മരുന്ന് സ്റ്റാർട്ട് ചെയ്യും, കൾച്ചർ വിടും, കൺഫേം ആക്കും, അവർ പറയുന്നതനുസരിച്ച് മരുന്ന് കഴിക്കണം. ലക്ഷണമില്ലെങ്കിൽ നന്നായി വെള്ളം കുടിക്കുക, റെസ്റ്റ് എടുക്കുക, സമയത്ത് മൂത്രം കഴിക്കുക, മൂത്രം പിടിച്ചു വെക്കാതിരിക്കുക, എന്നിട്ട് ഒന്നുകൂടി പോയിട്ട് ചെയ്ത് നോക്കുക. അത്ര അതിൽ ചെയ്യാനുള്ളൂ. പിന്നെ സ്വയ ചികിത്സ ഒഴിവാക്കണം. കാരണം എന്താ വെച്ചാൽ ഈ നമ്മളെടുത്ത് വരുന്ന പേഷ്യൻറ്റ് ചിലപ്പോൾ ഇതിന് മുമ്പ് തന്നെ ഒരു 3 വട്ടം അവരുടെ ആൻറ്റിബയോട്ടിക് ഓൾറെഡി എടുത്തിട്ടുണ്ടാവും, അവർ ഇല്ലാത്ത UTIക്ക്. എന്നിട്ട് പിന്നെ അവർക്ക് ഓൾറെഡി ശരീരത്തിൽ അതിനോടൊക്കെ റെസിസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ വർക്ക് ചെയ്യാത്ത അവസ്ഥയിലേക്ക്. ഇതൊക്കെ നമ്മൾ വരുത്തുന്നത് ആരെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്വയ ചികിത്സ ഉള്ളത് കൊണ്ടാണ്. അനാവശ്യമായിട്ടുള്ള ടെൻഷനാണ് അതൊക്കെ. ഈ കുട്ടികളെ കേസിലേക്ക് വരുമ്പോഴേ, കുട്ടികൾ പീഡിയാട്രിഷ്യൻ അതിന് കുറച്ചുകൂടി പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതിന് വിരുദ്ധമായിട്ടുള്ളൊരു സംഭവം. ഇപ്പോൾ ജനിച്ച ഉടനെ ഒരു കുട്ടിക്ക് യൂറിനിൽ പസ്സല് RBC കാണുന്നുണ്ടെങ്കിൽ നമ്മളൊന്നുകൂടി സിഗ്നിഫിക്കൻ്റ് ആയെടുക്കും, നമ്മളൊന്നുകൂടി മറ്റേ വലിയ അണുബാധയാവാമെന്ന് നമ്മൾ ടെൻഷൻ എടുക്കും. ഇനി ഒരു കുട്ടി 6 മാസത്തിനുള്ളിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ RBC കാണുന്നു, അതല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരുന്നു, നമ്മൾ വല്ല സ്ട്രക്ചറൽ പ്രശ്നം ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ ഇത് ഏജ് അനുസരിച്ച് മാറും, നമ്മുടെ തീരുമാനങ്ങൾ മാറും. ഇപ്പോൾ ഒരു മാസമുള്ള കുട്ടിക്ക് മൂത്രത്തിൽ പസ്സലും RBCയും കാണുന്ന പോലെയല്ല ഒരു 40 വയസ്സുള്ള ഒരു സ്ത്രീക്ക് കാണുന്നത്. സിറ്റുവേഷൻ വ്യത്യാസമുണ്ട്. ചെറിയ കുട്ടിക്ക് നമ്മുടെ ലക്ഷണം ഇല്ലെങ്കിലും നമ്മൾ ഒന്നുകൂടി ഗൗരവത്തിലെടുക്കും, ഒന്നുകൂടി റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഏജ് അനുസരിച്ച് മാറ്റം വരും. പിന്നെ വ്യത്യസ്ത ആളുകളുടെ ഈ പറഞ്ഞ പോലെ നേരത്തെ വെള്ളം കുടി പോലുള്ള ശീലങ്ങൾ അനുസരിച്ച് മാറ്റം വരും. ഈ ഡയബറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി അസിംറ്റമാറ്റിക് ആയിട്ട് തന്നെ റിസ്ക് വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഡയബറ്റീസിന്റെ ചില ഡ്രഗ്സ് എടുക്കുന്ന സമയത്ത്, ഡാപാഗ്ലിഫ്ലോസിൻ പോലത്തെ മരുന്നുകളുണ്ട്, നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ മൂത്രത്തിൽ പഴുപ്പ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ നമ്മളെപ്പോഴും ഇതാണ്, ഇപ്പോൾ നമ്മൾക്കൊരു ബ്ലഡ് ടെസ്റ്റ്, ഇപ്പോൾ നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് അതല്ലെങ്കിൽ നമ്മളൊരു മൂത്രത്തിൻ്റെ ടെസ്റ്റ് ചെയ്തു, അതിൽ നമുക്ക് എന്തോ ഒരു സംശയം ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ നമുക്ക് ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോവാം, ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുക്കണം എന്നുള്ളത് ചോദിക്കുക എന്നുള്ളതാണ് നമ്മളിതിൽ ചെയ്യാൻ. അനാവശ്യമായിട്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം കാര്യമില്ല. കാരണം ടെസ്റ്റുകളൊന്നും എന്തല്ല 100% സെൻസിറ്റിവിറ്റി സ്പെസിഫിസിറ്റി ഉള്ള പറയാനും പറ്റില്ല. ഇപ്പം നമുക്ക് ചില സമയങ്ങളിലൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പം നമ്മളൊരു സോഡിയം ഒരു 120 എക്സ്പെക്ട് ചെയ്യുന്ന രോഗിയായിരിക്കും, അതെ, നമ്മൾ ചെയ്ത് നോക്കും പക്ഷേ 135 കണ്ടിട്ടുണ്ടാവും. അത് നോർമൽ, നമുക്ക് എന്തൊരു സംശയം നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ അതെ 120 വരുന്നത് കാണാം. ബ്ലഡ് ടെസ്റ്റുകളും ഏത് ടെസ്റ്റുകളാണെങ്കിലും ആ ടെസ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ അനുസരിച്ചും എൻവയോൺമെൻറ്റ് അനുസരിച്ചും ബാക്കി അതിൻ്റെ യൂസ് ചെയ്യുന്ന കാറ്റഗറികൾക്കൊക്കെ അനുസരിച്ച് വ്യത്യാസങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യാന്നുള്ള ഡോക്ടർ ഇന്റർപ്രറ്റ് ചെയ്താൽ മാത്രമേ അതിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമുള്ളൂ. ക്ലിനിക്കൽ കോറിലേഷൻ, ക്ലിനിക്കൽ കോറിലേഷൻ നമ്മളെ ടേമാണത്. ക്ലിനിക്കൽ കോറിലേഷൻ എപ്പോഴും നടത്തണം. ഓരോ ലാബ് ടെസ്റ്റിന്റെ അടിയിൽ അവർ എഴുതിയിട്ടുണ്ടാവും കൈൻഡ്ലി കോറിലേറ്റ് ക്ലിനിക്കലി. അത് തന്നെയാണ് അതിന്റെ പോയിന്റ്. ഈ കൈൻഡ്ലി കോറിലേറ്റ് ക്ലിനിക്കലി അത് ചെയ്യാൻ വേണ്ടിയാണ് ഡോക്ടേഴ്സ് ഉള്ളത്. അതായത് നിങ്ങളുടെ ലക്ഷണങ്ങളും ഞങ്ങളുടെ റിസൾട്ടും തമ്മിൽ ഒത്തുപോകുന്നുണ്ടോ? അതെ അതെ, അതാണ് നോക്കണം. പിന്നെ ഇതിലേ നിങ്ങളിപ്പോൾ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന ആളാണല്ലോ, ഈ ഏതായാലും നമ്മൾ യൂറിൻ ഇൻഫെക്ഷൻ പറഞ്ഞു, ഇനി എപ്പോഴാണ് ഇതിന് ഗൗരവത്തിൽ എടുക്കേണ്ടതെന്നുള്ള ഒരു സംഭവങ്ങൾ പറഞ്ഞു. നല്ല ഫീവർ, അതന്നെ വിത്ത് ചിൽസ്, വിറയിലോട് കൂടിയ പനി വരും, നല്ല ഡിസ്യൂറി, അതായത് മൂത്രം ഒഴിക്കുന്ന സമയത്ത് വളരെ വേദന വരും, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി, പിന്നെ മൂത്രം ഒഴിക്കുന്ന സമയത്ത് ബേണിങ് സെൻസേഷൻ പോലെ വരിക. പിന്നെ ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇത് ഗൗരവത്തിലെടുക്കണം. ഇനി ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ആണെങ്കിൽ സാധാരണ എങ്ങനെയാണ് വലിയ ആളുകളിൽ എങ്ങനെയാണ് കാണുന്നത്? വലിയ ആളുകളിൽ നമുക്ക് പൈലോനെഫ്രൈറ്റിസ് എന്നാ പറയാം. എന്ന് വെച്ചാൽ അത് കൂടിയിട്ട് കിഡ്നിയിലേക്ക് ബാധിക്കും. എന്ന് വെച്ചാൽ താഴെ ഭാഗം, ഇപ്പോൾ മൂത്രനാളിയുടെ മൊത്തത്തിൽ ഭാഗം നോക്കുകയാണെങ്കിൽ നമുക്ക് കിഡ്നിയിൽ നിന്നാണ് മൂത്രം ഉണ്ടായി വരുന്നത്. അത് പിന്നെ അത് യൂറിറ്ററിലേക്ക് വന്ന് പിന്നെ ബ്ലാഡറിലെത്തി താഴേക്ക് പോകുന്നു. അപ്പോൾ ഇതിൽ ലാസ്റ്റിലേക്കുള്ള ഈ അറ്റത്തിൽ ലോവർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്നുള്ളതും കിഡ്നിയുടെ ആ ഭാഗത്ത് വരുന്ന ഇൻഫെക്ഷൻ അപ്പർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. അപ്പോൾ മേലേക്ക് വരും തോറും ഇൻഫെക്ഷൻ്റെ റിസ്ക് കൂടുതലാണ്, അത് കാരണം വരുന്ന കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്. യൂഷ്വലി ഇപ്പോൾ നമ്മൾ എന്താ പറയുകയെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കിഡ്നിക്ക് അസുഖമുള്ള ഒരാൾക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്.
ഒരു പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു കിഡ്നിക്ക് ഒരു അസുഖമുള്ള ഒരാളാണ്, CKD അല്ലെങ്കിൽ ക്രിയാറ്റിനിൻ കൂടുതലായിട്ട് എപ്പോഴും നിൽക്കുന്ന ഒരു രോഗിയാണെന്ന് വിചാരിക്കുക. ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ കരച്ചിലൊന്നും ഇല്ലെങ്കിലും വെറും ഒരു പനിയാണെങ്കിൽ പോലും നമ്മൾ മൂത്രത്തിൽ ടെസ്റ്റ് ചെയ്യുന്നു, അതിൽ പസൽസ് കണ്ടില്ല സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുക്കും. കാരണം ഇവർക്ക് അത് പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെ വന്നാൽ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ എന്താ, ഇപ്പോൾ ഒരാൾക്ക് പൈലോനെഫ്രൈറ്റിസ് വരികയാണെങ്കിൽ തന്നെ അത് ലക്ഷണം ഇല്ലാതിരിക്കില്ലല്ലോ. അതിശക്തമായ പനി ഉണ്ടാവും, വയറുവേദനയും നല്ല വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ. ലക്ഷണം ഇല്ലാതെ ഒരു അസുഖം ഇല്ല. വളരെ ഇങ്ങനത്തെ അസുഖങ്ങളൊന്നും അങ്ങനെ ലക്ഷണം ഇല്ലാതെ നിൽക്കില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ ഈ മേലേക്ക് വരുന്ന ഇൻഫെക്ഷൻ ആകുമ്പോൾ പൈലോനെഫ്രൈറ്റിസ് ആണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് നമുക്ക് സ്കാൻ ചെയ്തിട്ട് നമ്മൾ ഉറപ്പ് വരുത്തും അതിന് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ തന്നെ അതിന് ആൻറ്റിബയോട്ടിക്സ് ഇഞ്ചക്ഷൻ ആയിട്ട് തന്നെ വേണ്ടി വരും. കുട്ടികളെ കേസിലും ഏകദേശം ഇങ്ങനെ തന്നെയാണ്. ഒരാൾക്ക് ഇപ്പോൾ സിസ്റ്റൈറ്റിസ്, നമ്മൾ മൂത്രസഞ്ചിയിൽ ഇൻഫെക്ഷൻ, അതല്ലെങ്കിൽ മുകളിലോട്ട് പൈലോനെഫ്രൈറ്റിസ് ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രക്ചറൽ പ്രശ്നം ഉണ്ടാവും. ഒരുപാട് പ്രശ്നം നമ്മളിങ്ങനെ ഒരു കോമൺ പബ്ലിക്കിന് പറയുമ്പോൾ അത്ര മനസ്സിലാക്കാൻ പറ്റാത്ത സ്ട്രക്ചറൽ പ്രശ്നങ്ങളുണ്ടാവും. PUV എന്നൊക്കെ പറയുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ ആകെ തുക എന്ന് പറയുന്നത് യൂറിൻ ടെസ്റ്റ് എന്നുള്ളത് വളരെ ലളിതമായ ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ്. അപ്പോൾ അത് ചെറിയ ചേഞ്ച് വരുന്നതിനനുസരിച്ച് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ അതിനെപ്പറ്റി അവബോധം നമുക്കുണ്ടാവുക. പ്രധാനമായിട്ടും പനിയും മൂത്രമൊഴിക്കാനുള്ള പ്രയാസമൊക്കെയാണ്. അങ്ങനെ ലക്ഷണമുണ്ട്, യൂറിനിൽ പ്രശ്നമുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കുക. അപ്പോൾ അവർ അതിനനുസരിച്ച് മരുന്ന് തരും. അതല്ലാതെ നമ്മൾ സ്വയം ചികിത്സ നടത്തുകയെ അതിനെക്കുറിച്ച് ഒരുപാട് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. പിന്നെ ഈവൻ ഈ പ്രഗ്നൻസിയൊക്കെ ഉള്ള സമയത്ത് ഇനീഷ്യൽ പീരീഡിലും ലേറ്റർ പീരീഡിലൊക്കെ ചെറിയ യൂറിൻ ഇൻഫെക്ഷൻ വരികയൊക്കെ ചെയ്യുക. അപ്പോൾ അത് തീരുമാനിക്കേണ്ടത് നമ്മളല്ല. അത് എസ്പെഷ്യലി പ്രഗ്നൻസി സമയത്ത് ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അവരാണ് അത് യൂറിൻ ഇൻഫെക്ഷൻ ആണോ, പ്രശ്നമുള്ളതാണെങ്കിൽ എന്താണ് മരുന്ന് എന്നൊക്കെ അവരാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ്.